68 വർഷം കൊണ്ട് ഈ പള്ളിയിലെ ആരാധന സംബന്ധിക്കുന്ന ഒരാളാണ്. അതിന് സ്ഥലത്തില്ലായിരുന്നു. നമ്മളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഞാൻ പട്ടം വെക്കുമ്പോൾ ഉള്ള അന്നത്തെ അവസ്ഥയല്ല ഇന്ന് പട്ടം വയ്ക്കുന്ന അച്ഛന്മാർ പോകേണ്ടത്. എനിക്കൊരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് 300 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോകുന്ന ദൂരത്തേക്കാക്കുമ്പോൾ പോകേണ്ട ആ കാലം. ഇന്ന് അവിടേക്ക് എത്രയോ അച്ഛന്മാരാണ് പറയാൻ വന്നത്. ദൈവം നടത്തിയ പള്ളിയിൽ നാളെ ഇന്നും ദൈവം ആരോഗ്യത്തോടെ ഇവിടെ നിർത്തി ദൈവത്തിന് വളരെയധികം മഹത്വം അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ബാലനാരാധനയിൽ വായിച്ച പാഠഭാഗം ശ്രദ്ധിച്ചാൽ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വായിച്ചതില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള അരൂപാന്തരം നമുക്കുണ്ടാകും. സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അച്ഛന്മാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാണ്. സുവിശേഷത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വം ജനങ്ങൾ ആരാധനകൾ ദർശിക്കണം. അതിനടുത്തുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകണം. ഞാൻ ഇതിനകത്തൊരു വാക്യം ഞാൻ വായിക്കുന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവ് ശബ്ദം കേട്ടിട്ട് അടിയിലില്ലാതെ അതിനെ അയക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നാം വായിച്ചു കേട്ടത് സാധാരണ ആരാധനയ്ക്ക് പോകുന്നതായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു യെശയ്യാവ്. ഉന്നതമായിട്ടുള്ള പാരമ്പര്യമുള്ളവരാണ് ദർശനം. എന്നാൽ ഒരു പ്രത്യേക ആരാധന ദിവസം അതിനുണ്ടായതായിട്ടുള്ള ഒരു അനുഭവം പറയുന്നുണ്ട്. 40 വർഷത്തോളം രാജ്യം ഭരിച്ച ഉസിയ രാജാവ് മരിച്ചു. ഇനി എന്താണ് മുമ്പോട്ടുള്ള പോകുന്നത്? എങ്ങനെയാണ്? ആര് സഹായിക്കും? ശത്രു രാജ്യങ്ങളായാലും ചുറ്റുപാടുമുണ്ട്. ആ വലിയ കാര്യത്തോട്, നിരാശയോട്, പ്രാർത്ഥനയോട് ഒരു ദിവസം ആരാധനയ്ക്കുള്ളപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ ആലയത്തിൽ പ്രവാചകൻ ദർശിക്കുന്നു. നമ്മൾ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ദൈവത്തെ കാണണം. ഉന്നതനായ ദൈവം ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ള ഒരു ദർശനം കാണുന്നു. നീ ഭയപ്പെടേണ്ട, രാജാവ് ഭൗതികമായിട്ടുള്ള അവന്റെ ജീവിതം കഴിഞ്ഞു പോയി. ഞാൻ നിന്റെ സൃഷ്ടാവായ ദൈവമാണ്. ഞാൻ മാറ്റപ്പെടുന്നതല്ല. ആര് മാറിയാലും ദൈവത്തിന് മാറ്റമില്ലാത്ത അവസ്ഥകളിലെന്ന് പ്രവാചകനോട് പറയാം. പ്രവാചകന്റെ കണ്ണു തുറന്നു. ഇനി ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി അടുത്ത ആളിനെ ദൈവം ആക്കിയുള്ളത് ദൈവം നിയന്ത്രിച്ചോളൂ. അപ്പോൾ മനുഷ്യ അല്ലെങ്കിൽ പ്രവാചകൻ പറയാം, അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാണ്. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചപ്പോൾ ഉള്ളിലേക്ക് നോക്കി, ഞാൻ ഒന്നും പറയാത്തതാണ്. ആകെയുള്ള ജനത്തിന്റെ മുകളിൽ പാപിയായി ഞാൻ ജീവിക്കും. എനിക്ക് ഈ ആലയത്തിൽ കുർബാന വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രയാസമാണ്. ഞാൻ ഇതിലേക്ക് നോക്കും. മുന്നോട്ട് പോകാൻ നമ്മുടെ അവസ്ഥ ദൈവം കാണും. ദൈവമേ പൂർണ്ണമായി എന്നെ ശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന മാത്രമേ ആയിരിക്കുള്ളൂ. യെശയ്യാവിന് അത് സാധിച്ചു. അവന്റെ അതിർത്തെ തൊട്ടു, അവനെ ശുദ്ധീകരിച്ചു. അവന്റെ നിർമ്മല ഹൃദയത്തോടെയാണ് പിന്നെ നിൽക്കുന്നത്. ദൈവദൂതന്മാരുടെ സ്തുതിസ്തോത്രം കേൾക്കുന്നല്ലോ. പരിശുദ്ധൻ പരിശുദ്ധൻ പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു പരിശുദ്ധൻ. ആ പരിശുദ്ധന് മുമ്പിൽ തന്റെ ഒന്നുമില്ലായ്മയെ കണ്ടു കഴിയുമ്പോൾ ദൈവം അവനെ ശുദ്ധീകരിച്ചു. ശുദ്ധീകരിക്കുക മാത്രമല്ല, അവനോട് സംസാരിച്ചു. സംസാരിക്കുക മാത്രമല്ല, നീ പോകാനുള്ള നിയോഗങ്ങൾ കൊടുക്കുകയാണ്. ഈ ആരാധന ലഭിക്കേണ്ട കാര്യമാണ്. ഞാൻ കടന്നു വന്നതുപോലെയല്ല. നാം ഇന്ന് പള്ളിയിൽ കയറുമ്പോൾ ആരെ കാണാനോ വരുന്നത്? ദൈവത്തെ കാണാനാണോ വരുന്നത്? നമ്മുടെ ചിന്ത ഒന്ന് മാത്രമേ ആകാവൂ. ദൈവമേ ഞാൻ ഈ പള്ളി കയറുന്നു, എന്റെ കണ്ണ് തുറക്കണം. നിന്നെ ഉള്ളതുപോലെ കാണാൻ. എന്റെ ധനത്തെക്കാൾ, എന്റെ സ്വാധീനത്തെക്കാൾ, എന്റെ പാരമ്പര്യത്തെക്കാൾ എനിക്കുള്ള എല്ലാത്തിനും ഉന്നതനാണ്. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഒരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ദൈവം തന്നെ യോഗ്യനാക്കി തീർക്കുന്നു. പള്ളിയിൽ കയറുന്ന പോലെയല്ല തിരിച്ചു പോകേണ്ടത്.
നമുക്ക് മാറ്റമുണ്ടോ? ഒരു പള്ളിയിൽ